ശബരിയും മുരളീധരനും തിരുവനന്തപുരം തൂക്കും. കോൺഗ്രസിലെ തമ്മിത്തല്ലും അടിപിടിയുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രാഥമിക സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അടക്കം കോൺഗ്രസ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുമാത്രമല്ല, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, ഓരോ മുക്കും മൂലയും നന്നായി അറിയാവുന്ന മുരളീധരനെ തന്നെ അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തെ നേതൃസ്ഥാനത്ത് നിർത്തി ശബരിനാഥനെയും വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഒരു പടയെ തന്നെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ശരിക്കും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ നന്നാകാൻ തീരുമാനിച്ചു? എന്ത് തോന്നുന്നു CM രാജേന്ദ്രജി? ആ ചോദ്യം തന്നെയാണ് വളരെ പ്രസക്തം. നന്നാവാൻ തീരുമാനിച്ചു എന്നുള്ളത്. അല്ലേ, എനിക്ക് സത്യം പറഞ്ഞാണല്ലോ, ഞാൻ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും വളരെ സത്യസന്ധമായിട്ടും പറയാം, വളരെ കൃത്യമായ ഒരു തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അവർക്ക് എത്രയോ വലിയ വലിയ നേതാക്കന്മാർ വരെ കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ഒരാൾ പോലും ചെയ്യാത്ത ഒരു വളരെ കൃത്യമായ ഒരു തീരുമാനം. മാത്രമല്ല 45 സ്ഥാനാർത്ഥികൾ വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആദ്യമായിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്തിട്ടില്ല. അതും ശബരിനാഥനെ പോലെ ഇത്രയും കഴിവുള്ള ഒരാളെ തന്നെ തെരഞ്ഞെടുത്തതിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു കാര്യം പറയട്ടെ, ഈ യൂത്തിനെ മൊത്തം വെട്ടിയൊതുക്കാൻ നിൽക്കുകയാണ് സതീശനും പാർട്ടി അവിടെ. ആ സമയത്ത് തന്നെ ഇത്രയും വലിയൊരു യുവ നേതാവിനെ തന്നെ കളത്തിലിറക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നന്നാവാൻ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റും, നന്നാവാൻ തന്നെയാണ്. മാത്രമല്ല, അതിൻ്റെ ലീഡർഷിപ്പിൽ കൊടുത്തിരിക്കുന്നത് ആരാ? മുരളീധരൻ. നിസ്സാരക്കാരനല്ല. മുരളീധരന് തിരുവനന്തപുരത്തിൻ്റെ പൾസ് അറിയാവുന്ന ഒരു നേതാവാണ്. കൃത്യമായി ജനങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ്. കൃത്യമായി മുരളീധരൻ പറഞ്ഞാൽ കേൾക്കുന്ന അണികളാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ സതീശൻ പറഞ്ഞാൽ കേട്ടൊന്നും വരില്ല, KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ കേട്ടൊന്നും വരില്ല. പക്ഷെ മുരളീധരൻ പറഞ്ഞാൽ കേൾക്കും. അതനുസരിക്കുന്ന അണികളാണ് ഈ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ. പിന്നെ ശബരിനാഥനെ പോലെ ഇത്രയും ആക്റ്റീവായ കഴിവുള്ള ഒരാളെ തന്നെ അതിൻ്റെ മേയർ സ്ഥാനാർത്ഥിയിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് 10ൽ നിന്ന് 51ലേക്ക് കൊണ്ടുവരണം. നിസ്സാര കാര്യം, ചെറിയ ടാസ്ക് അല്ല ശബരിനാഥ് ഏറ്റെടുത്തുള്ളത്. ഇപ്പൊ 10 ആളുള്ളത്, 51 കിട്ടണം മേയർ ആവണമെങ്കിൽ. അപ്പൊ 10ൽ നിന്ന് 51ലേക്ക്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തത് മുരളീധരനാണ്. അത് 100% സക്സസ് ആവും ചെയ്യും. ഭരണം കിട്ടുന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. 10ൽ നിന്ന് 51 41 സീറ്റ് കൂടെ എക്സ്ട്രാ കിട്ടണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഇനി 15 എണ്ണം കിട്ടിയാലും ശബരിനാഥൻ്റെ വിജയമാണ്, അത് മുരളീധരൻ്റെ വിജയമാണ്. തർക്കമൊന്നും വേണ്ട. 10ൽ നിന്ന് 15 ആയാലും ഇവരുടെ വിജയം തന്നെയാണ്. 10ൽ നിന്ന് 9 ആയി കഴിഞ്ഞാൽ അവരുടെ പരാജയമാണ്. അത് നമ്മൾ അംഗീകരിക്കണം. 10ൽ നിന്ന് 15 ആയാലും 12 ആയാലും ഇത് ഇവരുടെ വിജയം തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു രസകരമായൊരു കാര്യം എന്താ പറയുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോടിൻ്റെ ചാർജ്, മുരളീധരന് തിരുവനന്തപുരത്തിൻ്റെ ചാർജ്, സതീശന് കൊടുത്തിട്ടില്ല. എന്നല്ല, സതീശന് ചെറിയ കണ്ണൂർ അല്ലായിരുന്നു കൊടുക്കണ്ടേ? പ്രതിപക്ഷ നേതാവല്ലേ, കണ്ണൂരിൻ്റെ ചാർജ് അല്ലേ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചാർജ് അല്ലേ കൊടുക്കണ്ടേ? എറണാകുളത്തുകാരനായ കേരളത്തിലെ തന്നെ ഏറ്റവും സേഫ് സോൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ 14 ജില്ലകളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉരുക്കു കോട്ട എന്ന് ഇപ്പോഴും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ജില്ലയാണ്. ആ ജില്ല തന്നെ സതീശൻ തെരഞ്ഞെടുത്തു. കാരണം എപ്പോഴും സേഫാണ്, ഞാൻ കാരണമാണ് ജയിച്ചതെന്ന് പറയണ്ടേ, ഞാനാണ് ജയിപ്പിച്ചതെന്ന് പറയണ്ടേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് എനിക്കൊരു തമാശയായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ മുരളീധരൻ അതൊരു വെല്ലുവിളി തന്നെയാണ്. കോഴിക്കോട് ചെറിയ വെല്ലുവിളി തന്നെയാണ്, ടാസ്ക് തന്നെ, അല്ല പറയാൻ പറ്റില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു വലിയ വെല്ലുവിളിയാണ് മുരളീധരൻ ഏറ്റെടുത്തിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഈ തീരുമാനത്തോട് പൊതുജനം എന്നല്ല, ഇടതുപക്ഷം പോലും അസൂയോടുകൂടെ നോക്കി കാണുള്ളൂ. കാരണം ഇത്രയുമായ കൃത്യമായ കാൽക്കുലേഷനിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ ആളെ വെച്ചുകൊണ്ട് കൃത്യമായ പ്രഖ്യാപനം നടത്തുന്നു, പോസ്റ്ററുകൾ ഇറക്കുന്നു, എല്ലാ വർക്കും തുടങ്ങുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആൾക്കാർ വന്നിരുന്നു വോട്ട് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് സ്ഥിതി. കോൺഗ്രസിൻ്റെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്, കോൺഗ്രസ് നന്നാവാൻ തന്നെയാണ്. എല്ലാ തരത്തിൽ നോക്കിയാലും ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ആ സമയത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മുരളീധരനെ ലീഡറാക്കി മുന്നിൽ നിർത്തി ശബരിനാഥനെ
മേയർ സ്ഥാനാർത്ഥിയാക്കി അപ്രകാരം ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ പല പ്രവർത്തികളെയും വിമർശിക്കുന്ന നമ്മൾ തന്നെ പറയുന്നു അത് വളരെ ബിഗ് ബാങ്ങോടുകൂടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ചുവട് തന്നെയാണ് കോൺഗ്രസ് തലസ്ഥാന നഗരിയിൽ വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നേതൃത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും കെ മുരളീധരൻ എന്ന് പറയുന്ന സകലരും അംഗീകരിക്കുന്ന ആ നേതാവിനെ മുന്നിൽ നിർത്തി വളരെ ചടുലമായ നീക്കങ്ങൾ, വളരെ എന്താ പറയുക ലൈറ്റനിങ് സ്പീഡിൽ തന്നെ പ്രഖ്യാപനം നടക്കുന്നു. ആ രാത്രിയിൽ തന്നെ പോസ്റ്ററുകൾ പതിക്കുന്നു. മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വളരെ ശ്രദ്ധേയരായ വളരെ പ്രായം കുറഞ്ഞ മിടുക്കരായ KSUയിലടക്കം പ്രവർത്തിച്ചു വരുന്ന ആ പെൺകുട്ടികളെ അടക്കം, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ ആശാപ്രവർത്തകർ മുതൽ ടെക്നോക്രാറ്റ്സ് വരെയുള്ള വളരെ ഹൈലി പ്രൊഫഷണലായ ആളുകളെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു നഗരത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ തന്നെ ഇവർക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിൽ വളരെ വലിയ നേട്ടം തന്നെയാണ്. അതേപോലെ താങ്കൾ പറഞ്ഞു ഇവിടെയും വളരെ സേഫ് സോണിൽ നിന്നത് നമ്മളുടെ കേക്കച്ചനാണ്. കാരണം അദ്ദേഹത്തിന് കൃത്യമായി ഓൾറെഡി അവിടെയുള്ള ഇയാളെ സംബന്ധിച്ചോളം ഒരു എട്ടുകാലി മമ്മുഞ്ഞാണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ഇവിടെയുള്ള സകല ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ക്രെഡിറ്റ് ഇത്രയും ആൻറ്റി ഇൻക്യൂബൻസി ഫാക്ടർ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പിണറായി ഭരണത്തിൽ മനമെടുത്ത് കിടക്കുന്ന ജനങ്ങളുടെ ആ ശക്തമായ വികാരം അവർ എക്സ്പ്രസ് ചെയ്തതാണ് നമ്മളുടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ട. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് അത് എൻ്റെ എന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ അഭിരമിച്ച് നിൽക്കുന്ന സമയത്ത് അതിന് ഒന്നുകൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നൈസായിട്ട്, അതായത് നമ്മൾ ഈ പടക്കം പഴത്തിൽ പൊതിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ മുരളീധരൻ്റെ നല്ല ചിമിട്ടൻ പണി, അയാളുടെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിമിട്ടൻ പണി, അതായത് 10 നിന്നും താങ്കൾ പറഞ്ഞതുപോലെ 10 നിന്നും 51 ആക്കുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക്. അതായത് മിറക്കിൾ സംഭവിക്കണം സാധാരണഗതിയിൽ. കാരണം ഈ 10 വർഷം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം തിരുവനന്തപുരം നഗരസഭയിൽ ഇരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും CPM MLA-മാരാണ്, കോവളം ഒഴികെ. ആ സകല മണ്ഡലങ്ങളിലും ഇവരുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പതിറ്റാണ്ടുകളായി ഇവരുടെ കൈവശവും കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഫണ്ടുകളെല്ലാം ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇവരുടെ ആളുകളിലേക്കും ഇവരുടെ പാർട്ടി കേഡറുകളിലേക്കും നന്നായി ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വളരെയേറെ കോൺഫിഡൻസിൽ അവരുടെ ആ ഒരു കേഡർ വോട്ടുകൾ എന്തൊക്കെ സംഭവിച്ചാലും മറിയത്തില്ല എന്ന ഒരു പ്രതീക്ഷയിൽ അവരുടെ ഉള്ള 52 സീറ്റുകൾ ഇപ്പം നിലവിലുള്ളത്. അന്നേരം അത്രയും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ പോലും ഞങ്ങൾ സേഫാണ് എന്നൊരു സോണിൽ ഇരിക്കുമ്പോഴാണ് വളരെ ഞെട്ടിച്ചുകൊണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാരന്മാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ആ സത്യപ്രതിജ്ഞയുടെ തലേദിവസം പോലും ആരാന്ന് മേയർക്ക് വേണ്ടി അടിപിടി നടക്കുന്ന ആ സാഹചര്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു ഈ ഒരു പ്രഖ്യാപനം. ഇവിടെ മേയർ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ച് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ശരിക്കും ആശങ്കപ്പെടുന്നത് BJP-ക്കാർ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 35 സീറ്റുകൾ കൈവശമാക്കി 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഈ കോൺഗ്രസിൻ്റെ ഈ ചടുലമായ നടപടിയിൽ ആശങ്ക ഉണ്ടായിരിക്കുന്നത് BJP നേതൃത്വത്തിനാണ്. എന്ത് തോന്നുന്നു? ഇതിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏകദേശം 45ഓളം പേരെ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞല്ലോ. അതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു സ്ഥലത്ത് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത് ഈ ശബരിനാഥൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ഇല്ലാതെ നന്നായി പോയി. അല്ലെങ്കിൽ ശബരിനാഥന്റെ പേര് വന്ന വഴിക്ക് മുന്നേ വന്നേ ചീത്ത പറയാനായിട്ട് ഭാഗ്യമായിട്ട് കാസർഗോഡ് പോയത്. അപ്പൊ ഈ ശബരിനാഥ് വന്നത് തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വലിയൊരു ഉഷാർ കൊടുത്തു. ഒരാൾ, കാരണം മുന്നേ MLA ആയിരുന്ന ഒരാളാണ്, ഒരു കാരണവശാലും ഒരാൾ പോലും, ഞാൻ നിരന്തരം എല്ലാ പത്രങ്ങളും എടുത്ത് നോക്കി, ആരെങ്കിലും ഇതുപോലെ കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും ഇതുപോലെ വെടി പൊട്ടിച്ചെന്ന് പറയാൻ വേണ്ടി ഒരു പത്രത്തിലോ ഒരു വാർത്തയിലോ ഒരു കോൺഗ്രസ്സുകാർ പോലും എതിർപ്പ്. മാത്രമല്ല എല്ലാ കോൺഗ്രസ്സുകാരും എന്താ പറയുക 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക? ശബരിനാഥൻ്റെ കഴിവ് തന്നെ ഒന്ന്. രണ്ടാമത് മുരളീധരനാണ് എൻ്റെ മേലെ ഇരിക്കുന്നത്. ഒരു സംശയമാണ്, കെ മുരളീധരനെ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്കും തൃശ്ശൂരത്തെ കോൺഗ്രസ്സുകാർക്കും ഒഴിവാക്കാൻ പറ്റില്ല. തൃശ്ശൂർ തോറ്റു എന്ന് പറഞ്ഞു മുരളീധരൻ. ആ തോറ്റതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഈ TM പ്രതാപനെ പോലുള്ള കുറേ ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ടാണ്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ മുരളീധരനെ പോലെ ഒരാൾക്ക് ഇതിൻ്റെ ചാറുപടി കൊടുത്തത്. അപ്പം ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഭരണം കിട്ടുന്നതൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഉയർച്ച, നല്ല ശക്തമായൊരു പോരാട്ടം നടത്താൻ ശബരിനാഥിന് കഴിയും. ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ ശബരിനാഥിന് കഴിയും. മറിച്ചൊരു കാര്യം, സതീശന്റെ വിഷയം സൂചിപ്പിച്ചു. അതിപ്പോൾ പോട്ടെ, സേഫ് സോണിലേക്ക് പോയി. ഈ കൊല്ലത്താരൊക്കെ ചാർജ് കൊടുത്തേ, കോഴിക്കോട് രമേശ് ചെന്നിത്തല കട്ടയ്ക്ക് നിൽക്കാൻ ഷാഫി പറമ്പലുണ്ട്. അത് മാത്രം മതി. കട്ടയ്ക്ക് ജനറലോട് നിൽക്കാൻ ഷാഫി പറമ്പലുണ്ട്. ഈ
ഇവന്റെ കൂടെ റിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആരെ DCC പ്രസിഡന്റ്. അതെ. എന്നാലും അവിടെ കാരണം അവിടെ ആരും വേണ്ട. പക്ഷെ കൊല്ലത്തേക്ക് എന്തുകൊണ്ട് വിഷ്ണുനാഥ് ചാർജ് കൊടുത്തില്ല? വിഷ്ണുനാഥ് ചാർജ് കൊടുത്തുകൂടെ അവിടെ? വിഷ്ണുനാഥനെ ഇതുപോലെ തന്നെ ശബരിനാഥനെ പ്രഖ്യാപിച്ചപ്പോൾ വിഷ്ണുനാഥനെ പ്രഖ്യാപിക്കണം. അല്ലാണ്ട് ബിന്ദുകൃഷ്ണനെ അങ്ങനെ പോലെയുള്ള ആളുകളും പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ തിരുവനന്തപുരം, കോഴിക്കോടും എറണാകുളം ചെയ്ത പോലെ തന്നെ കണ്ണൂർ സുധാകരന് കൊടുക്കണം. പറയണ്ടേ? കണ്ണൂർ സുധാകരന് കൊടുത്ത് ഇവിടെ വിഷ്ണുനാഥന് കൊടുക്കണ്ടേ? കൊടുത്താലേ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നേരം ചെയ്തതൊക്കെ കോൺഗ്രസ് ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, തികച്ചും കോൺഗ്രസ്സുകാർക്ക് അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസ് അണികൾക്ക് ആവേശം കിട്ടുന്ന കാര്യമാണ്. ഇത്രയും കാലം കോൺഗ്രസ്സുകാർ പണിയെടുത്തതിനുള്ള ഉത്തരം കിട്ടിയപ്പോഴാണ് കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർ അംഗീകരിച്ചു. അത് ഞാൻ 100% അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇതൊരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക്കാണ് 10-ൽ നിന്നും 51-ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഹെർക്കൂലിയൻ ടാസ്കേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഈ പിണറായി ഭരണത്തിൽ അവർ പൊറുതിമുട്ടി നിൽക്കുന്ന, അത്രത്തോളം ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു അവസരമാണ്. പക്ഷേ ഇത് ഇല്ലാതാക്കി കളഞ്ഞത്, ഇതിൻ്റെ ആ ഗ്രാവിറ്റി കുറച്ച് കളഞ്ഞ ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ മാത്രമാണ്. ആ രാഹുൽ വിഷയം എടുത്ത് അലക്കി ഈ കഴിഞ്ഞ 10-90 ദിവസമായിട്ട് ആ പ്രശ്നം വന്നില്ലായിരുന്നുവെങ്കിൽ, അതിൻ്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് ലെവലിൽ ആ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഈ ശബരിമല തീവട്ടിക്കൊള്ളയും മറ്റു സകല ഇഷ്യൂവും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഈ 100 സീറ്റിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം വേണേൽ അവർക്ക് 75 പിടിക്കാൻ പറ്റാവുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ ഇതിനെ തല്ലിക്കളഞ്ഞ് ഇതിൻ്റെ അതായത് തീ ആളി കത്തിക്കുമ്പോൾ വെള്ളം കോരി ഒഴിക്കുന്ന പണി ചെയ്യുന്നത് ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനാണ്. ഇവൻ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങാതിരിക്കുകയും ഇവനെ വാ തുറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓരോ മേഖലകളിലും ഇതുപോലെ ഇവർ ചെയ്ത ഏറ്റവും വലിയ കണ്ണന്തിരിമെന്ന് പറയുന്നത് കണ്ണൂർ മിണ്ടുന്നേ ഇല്ല. കണ്ണൂർ ഇതിൻ്റെ പാർട്ടല്ലേ? അതോ കണ്ണൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ? കെ സുധാകരനെ അവിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ എന്നുള്ള രീതിയിൽ അവിടെ ഒരു സംവിധാനം വരികയും, അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ കൊല്ലം പോലുള്ള ഒരു പ്ലേസിൽ ഒരു യുവനേതാവിനെ അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ നല്ല മാറ്റം വരികയായിരുന്നു. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ഇത്രയും ഇവർ ചടുലമായ കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു, നല്ല തുടക്കമായിരുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ, ഈ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ കത്തി നിൽക്കുന്നതിനെ അതിനെ നിർവീര്യമാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ 51 എന്ന് പറഞ്ഞൊരു വലിയൊരു ലീപ് ഫോർവേഡ് എന്ന് പറയുന്നത് അത് സാധ്യമാണ്. കാരണം ജനങ്ങൾ അത്രത്തോളം വെറുത്ത് മടുത്ത ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം 35 സീറ്റ് അവർക്ക് പിടിക്കാൻ സാധിച്ചു. അവർക്ക് അതിനെ നില മെച്ചപ്പെടുത്തി അവരൊന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭ അവർ പിടിക്കുമെന്ന, അവരുടെ A ക്ലാസ് കാറ്റഗറിയിൽ ഈ മണ്ഡലത്തിൽ അവർ ഒന്ന് മനസ്സ് വെച്ചാൽ പിടിക്കുമെന്ന ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഉണ്ടായ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുമലയുണ്ടായ അവരുടെ കൗൺസിലറുടെ ആത്മഹത്യ, മറ്റൊരു നേതാവ് തന്നെ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞു. അതിലെല്ലാം ഉപരി ആ സംസ്ഥാന നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു പരാജയം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം തുടക്കത്തിലൊരു ഫീല് കൊടുത്തു, അദ്ദേഹം എന്തൊക്കെയോ ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിബറൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതിയെങ്കിൽ പോലും ആ ഒരു നയതന്ത്രജ്ഞത ഒന്നുമില്ലാതെ ഇദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആളുകൾ മടൽ വെട്ടി അടിക്കുന്ന സൈസ്. കാരണം ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, അതായത് അവസരമനുസരിച്ച് പെരുമാറുക എന്ന് പറയുന്ന സാധനം പോലും, ഔചിത്യം പോലും ഇല്ലാത്ത ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലീഡർഷിപ്പ് കൊടുക്കുമ്പോഴത്തേക്കും യാതൊരു കാരണവശാലും എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ അവർ ആ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ആ മുന്നേറ്റം 35 സീറ്റുകളെന്ന് പറയുന്നത് അത് പിന്നോട്ട് പോകുവാനുള്ള സകല സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു BJPയുടെ ഈ പോരായ്മ, അവരുടെ ആ നേതൃത്വത്തിൻ്റെ പോരായ്മ, അവരുടെ ആ ഒരു അണികളിലൊന്നും യാതൊരു ആവേശവും കാണാനില്ല. എന്നാൽ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ പറ്റാവുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വളരെ വലിയൊരു ആവേശവും വലിയൊരു പ്രതീക്ഷയും കാണുന്നുണ്ട്. ഈ ആവേശവും പ്രതീക്ഷയും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അവരുടെ നില മെച്ചപ്പെടുത്തി ഒരു 50-ൽ പരം സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു പോസിബിൾ തന്നെയാണ്. അല്ല, ഞാൻ നിഷേധിക്കണമെന്നില്ല. പക്ഷേ ഞാൻ ഒരു ടാസ്ക് ആണെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. അത് രണ്ടും ശരി തന്നെയാണ് ശരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി എടുത്തേ, CPMൻ്റെ അടിസ്ഥാനപരമായ വോട്ടുകളൊന്നും ഇനി സ്വർണ്ണക്കള്ളക്കടത്തല്ല. ഇനി ഇവിടെ കേരളത്തിൽ ഇനിയിപ്പോൾ കേരളം വിറ്റ് കാശ് മേടിച്ച് പിണറായി വിജയൻ പോക്കറ്റിൽ വെച്ചാലും മുഖ്യമന്ത്രി പോക്കറ്റിൽ വെച്ചാലും CPMകാരുടെ സഖാക്കളായിട്ട് അടിസ്ഥാനപര വോട്ടൊന്നും ചോർന്നു പോകാൻ പോകുന്നില്ല. അതൊരു കാരണം ചെയ്യില്ല അവർ. ഒരു സിനിമയിൽ ജയറാം പറഞ്ഞ പോലെ, ഞാൻ ചെയ്ത ഉപകാരങ്ങളൊക്കെ നന്ദി, പക്ഷേ വോട്ട് ഞാൻ പാർട്ടിക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് CPMൻ്റെ ആൾക്കാർ ചെയ്യുക. അവർക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും, ഇനി എന്തൊക്കെ ദ്രോഹങ്ങൾ ഈ കേരളത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയാലും, ഇവിടെ ഇനി എന്തൊക്കെ ചെയ്താലും അവരുടെ വോട്ട് അവർക്ക് തന്നെ ചെയ്യണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായ വോട്ടൊന്നും
കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷം ഈ പ്രാവശ്യം എഴുതി വെച്ചോളൂ, നിങ്ങൾ ഇടതുപക്ഷം ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. 52 സീറ്റ് പോയിട്ട് 40 സീറ്റ് പോലും ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയില്ല ഈ പ്രാവശ്യം. കാരണം അത്രയ്ക്ക് വെറുത്തു എന്നുള്ള സത്യമാണ്. ഇതൊരു 20 സീറ്റ് 25 സീറ്റിൽ ഒതുങ്ങേണ്ടതായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഇത്രയും നശിപ്പിച്ചത്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ആ നവംബർ 1 അവസാന നിമിഷങ്ങളും അവനെ തിരിച്ചെടുത്തു എന്നൊരു പ്രഖ്യാപനം പാർട്ടി നടത്തിയിരുന്നെങ്കിൽ വലിയൊരു വിജയം ഉണ്ടായേനെ. ഈ തിരുവനന്തപുരത്ത് നല്ലൊരു വിജയം ഉണ്ടായേനെ, മറ്റേ കണ്ണൂർ നല്ല വിജയം ഉണ്ടായേനെ, കൊല്ലത്ത് നല്ല വിജയം ഉണ്ടായേനെ, എറണാകുളം നല്ല വിജയം ഉണ്ടായേനെ, ഒരു സംശയവും വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അത് പറയാൻ സതീശനോട് പ്രേരിപ്പിച്ചില്ല? സതീശൻ സമ്മതിച്ചില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തോട് തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൊതുസഭ അംഗീകരിച്ചു, നിയമം അംഗീകരിക്കുന്നു, എല്ലാം അംഗീകരിച്ചു. ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ആ യൂത്തിനെ, അതായത് രാഹുലിനെ എടുക്കാതെ ബാക്കിയുള്ള യൂത്തിനെ എടുത്ത് ഇവർ അതായത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ വർദ്ധിച്ചു വരുന്നു. കേരളം കണ്ടതിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. അത് അവൻ്റെ ഒറ്റക്കെള്ളം എടുക്കാട്ടോ, അല്ലാണ്ട് കോൺഗ്രസ്സുകാരുടെ കഴിവൊന്നുമല്ല. അവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ മിടുക്ക് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പോൾ അതേപോലെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ശബരിനാഥനെ പോലെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. നല്ല വശങ്ങളും കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സതീശൻ എന്നൊരു വ്യക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങളൊക്കെ പലതും നടപ്പിലാകാത്തതിൻ്റെ പോകേണ്ട കാരണം ഇദ്ദേഹത്തിൻ്റെ വാശിയാണ്, ഈ സതീശൻ്റെ വാശിയാണ്. പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. മൈക്കിന് വേണ്ടി തല്ലുകൂടാൻ കണ്ടിട്ടില്ലേ? മൈക്കിന് വേണ്ടി സുധാകരനെ പോലെ ലീഡറായിട്ടുള്ള ഒരു സീനിയറായിട്ടുള്ള നേതാവിൻ്റെ മുമ്പിൽ അദ്ദേഹം കാണിച്ച അഹങ്കാരം നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് നമ്മൾ കണ്ടു. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഒറ്റയ്ക്ക് CPM ഈ പ്രാവശ്യം ഭരിക്കില്ല. കാരണം എത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നൊരു സർക്കാരാണ് CPM സർക്കാർ എന്ന് പറയുക. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണ്ണപ്പാളി മാത്രമല്ല, അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് പോലും സംശയം നമുക്ക് അവിടെ. ഇനിയിപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഒറിജിനലാണോ എന്ന് പോലും അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കേരളത്തെ കട്ടുമുടിച്ച് ഈ കേരളത്തിലെ ആപാലവൃന്ദം ജനങ്ങളെ പറ്റിച്ച് എല്ലാ രൂപത്തിലും ജനങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്ത് ഇതുപോലൊരു വിലക്കയറ്റം വർദ്ധിപ്പിച്ച് എല്ലാം ചെയ്തു. എന്നിട്ടും അവർക്ക് ഇവിടെ ജയത്തിൻ്റെ സാധ്യത നിൽക്കുക. അതിൻ്റെ കാരണം എന്താ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെടുത്ത നിലപാടാണ് ഒന്ന്. ഇനി എങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു മുന്നേറ്റത്തിന് കോൺഗ്രസിന് ഇപ്പോഴും അവസരമുണ്ട്. അപ്പോൾ ഈ ശബരിനാഥനെ പോലുള്ള ആളുകളെ ഇവിടെ കൊണ്ട് മേയർ സ്ഥാനാർത്ഥിയാക്കുകയും മുരളീധരനെ അതിൻ്റെ മേലെ വെക്കുകയും ചെയ്തപ്പോൾ, സീനിയറുടെ വെക്കുകയും ചെയ്തപ്പോൾ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. പക്ഷേ 10-51 വലിയ ടാസ്ക് തന്നെയാണ്, സിമ്പിളല്ല. ഇവിടെ പണ്ട് കോൺഗ്രസിൻ്റെ കുത്തക കോർപ്പറേഷനായിരുന്നു, നമുക്കറിയാലോ. അപ്പോൾ അത് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി CPMന് കൂടി വന്നാൽ ഈ അനുകൂല സാഹചര്യം ഇപ്പോൾ CPMനാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ. കാരണം അത് രാഹുൽ മാങ്കൂട്ടൽ വിഷയം തൊട്ട് കുറച്ച് ആ പ്രതികൂലം മാറി അനുകൂലമായി മാറിയത് ഈ സതീശൻ്റെ ഈ നിലപാടാണ്. ഒരു 40 സീറ്റിന് താഴെ ഈ പ്രാവശ്യം എന്തായാലും CPM പിടിക്കും എന്ന് പറഞ്ഞാൽ 40 സീറ്റിന് താഴെ എങ്ങാലും ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ BJPയുടെ കൂടെ കൂടണം. കാരണം കൂടില്ല എന്ന് പറയാൻ പറ്റില്ല. BJPയുടെ കൂടെ CPM കൂടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ല. അവർ ഒന്നിച്ച് ചിലപ്പോൾ മത്സരിക്കും, ഒന്നിച്ച് ചിലപ്പോൾ ഭരണത്തിൽ വരും, CPM BJP. എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മറ്റ് പ്ലേസുകളെ കുറിച്ച് ഞാനിപ്പോൾ ഒരു കമൻറ്റ് പറയുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് ശബരിനാഥനെ പോലുള്ള ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കി അവർ ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ K മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അതിൻ്റെ തലപ്പത്ത് നിയന്ത്രിക്കുവാനായി വെച്ചു. അന്നേരം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത്, കാരണം ഇവന്മാർക്ക് പാര പണിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമർശല്യം ഉണ്ടായിരുന്നത് ഇവർക്ക് ഉള്ളിൽ തന്നെയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ, ഒരു അന്തചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല എന്നത് തന്നെ ഒരു വലിയൊരു വിജയമാക്കി കണക്കാക്കാം. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം ആളുകളും ഫുൾ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. അതായത് വന്ന് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അന്നേരം ഇവരുടെ വലിയൊരു കേഡർ സ്വഭാവമുള്ള ഒരു CPMൻ്റെ ഒന്നും വലിയ അന്നേരം ഈ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. അന്നേരം അവരുടെ ഒരു വോട്ടും, പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റി, അതുപോലുള്ള യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ നല്ല ശതമാനം വോട്ടും ഇതുപോലെയുള്ള മറ്റുള്ളവരാരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു യൂത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ എല്ലാം വോട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു 50-നും 55-നും അകത്തൊരു സീറ്റ് UDFന് കിട്ടുന്ന, അത് കേരളം വളരെ മിറക്കിളായിട്ട് തോന്നിയേക്കാം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു 50-നും 55-നും ഇടയ്ക്ക് സീറ്റ് ഈ കോൺഗ്രസ് പിടിച്ച് ഇവർക്കൊരു ഭരണം
ത്തിലേക്ക് വരാൻ പറ്റാവുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അത് ഞാൻ ഞാനത് നിഷേധിക്കുന്നില്ല. കാരണം 50 സീറ്റിന് മേലെ ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പിയുടെ ആ പഴയ ഒരു വിഗറില്ല. അതുപോലെ തന്നെ ഈ നേതൃത്വം എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ആ അണികളെ ആ ലക്ഷ്യത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു തീവ്രതയില്ല. ആ തീവ്രത നമുക്ക് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു എന്താ പറയുന്ന അതിൻ്റെ ഒരു ആളൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബി ജെ പി സത്യം പറഞ്ഞാൽ താഴേക്ക് പോയി. അന്നേരം ആ 35 സീറ്റ് എന്നുള്ളത് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു 15-നും 20-ലേക്കും ഇവർ ചുരുങ്ങും. 15-ലും 20-ലേക്കും ബി ജെ പി ചുരുങ്ങും. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു 30-35-ഇടത്തിലേക്ക് അവരൂടെ പോകും. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ പോയാലും ഒരു 50-55-നും ഇടയ്ക്കിലേക്ക് വരാം. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എങ്ങനെ പോയാലും ഒരു 3-4 പേരിലും ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വേഴ്സ്റ്റ് കേസ് സിനാരിയോ അപ്രകാരം ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, കോൺഗ്രസ് തന്നെ ഇവിടെ ഒരു ഭരണം പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ എന്നതാണ് എൻ്റെ ഒരു അല്ല ശരിയെന്നെ തർക്കത്തിനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷ എനിക്കുമുണ്ട്. കാരണം ശബരിനാഥനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി, മേയർ സ്ഥാനാർത്ഥി മുന്നിൽ നിർത്തി, മുരളീധരനെ പോലെ ഒരു സീനിയർ നേതാവിനെ ഇവിടെ കളത്തിലിറക്കിയപ്പോൾ ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് തെറ്റൊന്നുമില്ല. നമ്മൾ അഭിപ്രായ വ്യത്യാസം ഞാനത് യോജിക്കുന്ന ആളുമാണ്. തീർച്ചയായിട്ടും സംഭവിക്കാം. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് BJP-ക്ക് സീറ്റ് കുറയുന്നുള്ള ഒരു തർക്കവും വേണ്ട. BJP-ക്ക് സീറ്റ് കുറയുന്നുള്ളത് യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ CPM-ന്റെ ഇപ്പോഴുള്ള 52 എന്നുള്ളത് ഒരു 30-35 താഴെ, ഞാൻ 40 താഴെ ഞാൻ പറഞ്ഞു, 40 താഴെ, അത് 30 താഴെ അത്ഭുതപ്പെടാനില്ല. അത്രമാത്രം വെറുത്തുണ്ട് ജനങ്ങള്. അത്രമാത്രം CPM-കാർ പോലും എൻ്റെ അടുത്ത് എത്രയോ CPM-കാർ പറഞ്ഞിട്ടുണ്ട് ഇത് മാറി കിട്ടിയാൽ മതിയെന്ന്. അപ്പോൾ ഈ CPM-കാർ പോലും ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തെ എതിർക്കുന്നവരാ. അതുപോലെ വേറൊരു കാര്യം വെച്ചാൽ ഈ BJP-യുടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു കോർപ്പറേറ്റ് ഔട്ട്ലുക്കും കോർപ്പറേറ്റ് കൾച്ചറും ഒക്കെ ഇദ്ദേഹം ഈ കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്യുന്ന പണി ഇദ്ദേഹം ചെയ്തു. ഇദ്ദേഹം പരാജയപ്പെടുത്താൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മളൊരു മാർക്കറ്റ് സർവേ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശികമായ നേതാക്കന്മാർക്കും ചെറിയ അണികൾക്കുമൊക്കെ എന്തെങ്കിലും 10 പൈസ കിട്ടുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ നിത്യചെലവിന് വേണ്ടി പൈസ കൊടുക്കുകയോ അതല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് ബോർഡ് വെക്കാനും ഒക്കെ ഇവർക്ക് പൈസ കൊടുക്കും. അത്യാവശ്യം ഇവർക്ക് 2 എണ്ണം കഴിക്കാനും വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ ഈ സമയത്ത് നോക്കും. ഇയാൾ വന്നതിന് ശേഷം എന്താ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ പാർട്ടി പ്രവർത്തകരെയൊന്നും കാര്യമായി ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ല. പ്രൊഫഷണലായിട്ടുള്ള ഇയാൾ ഈ വർക്ക് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ ഏൽപ്പിക്കും. ആ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ ഏൽപ്പിക്കുന്നു. അവർക്ക് ലിസ്റ്റ് കൊടുക്കും. പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയത്തില്ല. നേരം വിളിക്കുമ്പോഴത്തേക്കും അവരുടെ പ്ലേസുകളിൽ ഇതാ ബോർഡും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അന്നേരം ഈ ആളുകളെ പോലും ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ഇദ്ദേഹം ഈ തരത്തിലുള്ള ബോർഡുകളെല്ലാം ആവശ്യത്തിനുണ്ടാകും, ബോർഡുകളുണ്ടാകും, പ്ലേസിങ്ങും എല്ലാം കാണും, നഗരം നിറഞ്ഞ് ബോർഡുകളും ഒക്കെ കാണും. പക്ഷേ അണികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ ഒരു ആവേശം എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോൾ 2 എണ്ണമൊക്കെ അടിച്ച് ഷാപ്പോടുമൊക്കെ അടിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ബോർഡ് ചുമന്നുകൊണ്ടൊക്കെ പോയി ഇതൊരു ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഘടകമാണ്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ പണി ചെയ്തതുകൊണ്ടും ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടും തന്നെ ഇവരെല്ലാം വളരെ നിർജീവമായ ഒരു അവസ്ഥയിലാണ്. അതെന്താണെന്നല്ല സുനിൽ സാറേ, ഈ BJP-യുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, ഞാൻ അദ്ദേഹത്തെ വില കുറച്ച് കാണണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു കമാൻഡിങ് പവർ ഇല്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, മനസ്സിലായില്ലേ? അയാൾ ഒരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കമാൻഡിങ് പവറും ഇല്ല. രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തിൽ, അതായത് സംസ്ഥാന പ്രസിഡന്റ് അതൊക്കെ ആയിരിക്കുന്ന ഒരാൾ നല്ലൊരു കമാൻഡിങ് പവറുള്ള ആളാവണം. അദ്ദേഹത്തിന് അതില്ല. മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് ഒരുപാട് പരിചയക്കുറവുണ്ടെന്നേ. കാരണം പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന രാഷ്ട്രീയമല്ല, വളരെ വ്യത്യസ്തമാണ്. ആ കേരള രാഷ്ട്രീയത്തുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ, ഒരു മുതലാളി തൊഴിലാളി സമീപനമാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് മൈൻഡിൽ കൂടിയിട്ട് അദ്ദേഹത്തിന് ഇവിടെ ഈ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് എത്തണമെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിലും ഈ പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ളൊരു സംവിധാനം വേറെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ നടക്കില്ല. ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല എനിക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഇവിടെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് കോർപ്പറേറ്റ് ചിന്താഗതികളാണ്. ഒരു കോർപ്പറേറ്റ് കൾച്ചർ വെച്ച് അത് കറക്റ്റാണ്. പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ആ ഒരു മോഡ്, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി തന്നെ നോക്കുക. അണികളോടായിക്കോട്ടെ, മാധ്യമപ്രവർത്തകരോടായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ആ സംസാര ഭാഷ ഒന്നും ഒരു രാഷ്ട്രീയക്കാരന്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു സാധാരണക്കാരനോ ആളുകൾക്കോ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല. സ്വന്തം അണികൾക്ക് പോലും അദ്ദേഹം അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് പറയേണ്ട അതിൻ്റെ കാര്യം എത്ര ഉള്ളൂ. പുള്ളി ഒരു രാഷ്ട്രീയക്കാരനല്ല.
ശരിക്കും പറഞ്ഞാൽ അതെ, അൺഫോർച്ചുനേറ്റ്ലി മന്ത്രിയായി അങ്ങനെ വന്നിങ്ങനെ അതും ഇദ്ദേഹം സ്വന്തം പണം ഒന്നും പറ്റില്ല, കാരണം സ്വന്തം പണം വെച്ച് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനുള്ള കാലിബർ ഒന്നും ഇല്ല. പക്ഷെ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല, നിവൃത്തികേട് കൊണ്ട് ആ പോസ്റ്റിൽ പോയിരുന്ന ആളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയക്കാരൻ ആരാന്ന് പറയും? എൻ്റെ ഒരു കാഴ്ചപ്പാട്, എന്നോട് വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, എന്നോട് പറഞ്ഞ നല്ല കാര്യം, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അയാൾ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല പിരിവുകാരനാണ് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ. ഏറ്റവും നല്ല പിരിവെടുക്കുന്ന ആളാണ് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ. ഏറ്റവും വലിയ കുരുട്ടുബുദ്ധിക്കാരനാണ് നല്ല രാഷ്ട്രീയക്കാരൻ. ഒരു മനുഷ്യന്റെ രാഷ്ട്രീയക്കാരനാവാം, പക്ഷെ ഒരു നല്ല മനുഷ്യന്റെ രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ ലോകത്ത് പൊളിറ്റീഷ്യന്റെ ഡെഫിനിഷൻ തന്നെയാണല്ലോ, എ പൊളിറ്റീഷ്യൻ ഷുഡ് ബി എ കണ്ണിങ് ആസ് എ ഫോഴ്സ് ക്രൂൽ ആസ് എ ലയൺ. പക്ഷേ ഇത് ജനങ്ങൾ തിരിച്ചറിയാൻ പാടില്ല. ശശി തരൂരിന്റെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ പോലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട് വേണമെങ്കിൽ. കാരണം ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല നേതാക്കന്മാരിൽ 5 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ രാഹുൽ ഗാന്ധിയാണ്. 5 പേര് നല്ലവരെ. ഒരു നല്ല മനുഷ്യന് ഒരു രാഷ്ട്രീയക്കാരനാവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മുഴുവൻ തെറ്റാണ്. നല്ലവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് അയാളെ നല്ലൊരു മനുഷ്യൻ, നല്ല മനസ്സുള്ള ഒരാളുണ്ടാവില്ല. പക്ഷെ ആ രാഹുൽ ഗാന്ധി നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല. അവിടെയാണ് വ്യത്യാസം. ഒരു നല്ല മനുഷ്യന് ഒരിക്കലും നല്ല രാഷ്ട്രീയക്കാരനാവാൻ കഴിയില്ല. പിണറായി വിജയനെ പോലുള്ള ആളുകളെ മനസ്സുള്ള ആളുകൾ, സതീശനെ പോലുള്ള മനസ്സുള്ള ആളുകൾക്ക്, അത്തരം ആളുകൾക്കാണ് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയുള്ളൂ. കാരണം അവർക്ക് ഈ ലോകത്തെല്ലാ കുരുട്ട് ബുദ്ധികളും അറിയാം. നല്ല പിരിവുകാരൻ, എന്താ CPM എന്താ നല്ല ഒരു ചെറിയൊരു വിഷയം ബക്കറ്റെടുത്ത് പിരിവിനിറങ്ങുമല്ലോ, മറ്റു പാർട്ടിക്കാർക്ക് അതില്ല. അവർ ബക്കറ്റ് എടുത്ത് പറഞ്ഞു. BJPക്ക് ഒട്ടുമില്ല. കാരണം ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം തീരെയില്ല. കാരണം ഇതുള്ളതാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തനം. കാരണം ജനങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ആ പൈസ കിട്ടുന്നതോടുകൂടി തന്നെ ഈ കാര്യം പറയാൻ പറ്റുന്നുണ്ട്. ചില CPM ചില പാർട്ടി നിർദ്ദേശങ്ങളൊക്കെ വീടുകളിൽ പോയി തന്നെ പിരിക്കണം എന്നാ, മനസ്സിലായി? അപ്പം നല്ല പിരിവുകാരനും നല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റുള്ളൂ. നല്ല മനുഷ്യന് നല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റും. രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് ചന്ദ്രശേഖരൻ ഞാൻ കാണുന്നത്. ചന്ദ്രശേഖരൻ ബേസിക്കലി അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ്. പക്ഷെ അയാൾ നല്ല രാഷ്ട്രീയക്കാരനല്ല. അയാൾ വരട്ടെ, അപ്പം നോക്കാം. നമ്മൾ വീണ്ടും നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വീണ്ടും നമ്മൾ എത്തുന്നു. നമ്മുടെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാവുന്നതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വളരെ നല്ല ഒരു ബിഗ് ബാങ് ഉണ്ടാക്കി. തിരുവനന്തപുരം ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് പ്രഖ്യാപനവും ആ ഇനീഷ്യൽ കാൻഡിഡേറ്റ് പ്രഖ്യാപനവും എല്ലാം വളരെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇതുപോലെ അവർ കൈമെയ് മറന്ന് സെൽഫ് ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനും ഭരണം പിടിക്കുവാനുമുള്ള സകല സാഹചര്യവും നിലവിലുണ്ട്. പക്ഷേ അത് ഇല്ലാതാക്കി കളയരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.